സ്വപ്നം കണ്ടപ്പോ അറിയാതെ പോയതാ. എന്താണ് അവിടെ ബഹളം? ഏത് സമയമുണ്ട്? എന്റെ കുട്ടി ചിരിച്ചപ്പോ തുടങ്ങിയതാണ് അവന്റെ ഉപദ്രവം. എവിടെ അവൻ? അവനെ ഇന്ന് ഞാൻ ഈ അമ്മയ്ക്ക് കണ്ടില്ലേ. കുരുത്തം കെട്ടവനെ, ഇനി നീ എന്റെ കുട്ടിനെ ഉപദ്രവിക്കടാ. അല്ല അമ്മേ, സ്വപ്നം കണ്ടപ്പോ അറിയാതെ ചവിട്ടി പോയതാ. ചുമ്മാതല്ലടാ, ഇവിടെക്കാളും 3 വയസ്സ് മൂന്നതായിട്ട് നീ ഇങ്ങനെ കുരുപ്പ് പോലെ ഇരിക്കുന്നത്. നാട്ടുകാരെല്ലാം നിന്നെ ലുട്ടാപ്പി വിളിക്കുന്നത്. ദുഷ്ടതയും മല പോലെ വളർത്തിയെന്നല്ലേ, മല പോലെ നിൽക്കല്ലേ ഇവിടെ. എടാ ചെറിയമ്മേന്റെ വലിയ വർത്തമാനം പറയുന്നോടാ. എന്റെ ഈശ്വരാ, എന്റെ കഴുത്തിൽ ചരട് വീണപ്പം തുടങ്ങിയതാ ഇവനായിട്ടൊരു കുസ്തി. ഇതിനൊന്നും അവസാനമില്ലേ? എടി മോളെ, നിന്നെ അമ്മയോടൊപ്പം കിടന്നാ മതി. സ്വരം കിട്ടിയവൻ നിന്നെ കൊല്ലാനും വിളിക്കുക. ഓടി മോളെ. അവനെല്ലാരും തല്ലിയിട്ട് എന്താ, മനോഹരമായ സ്വപ്നം കണ്ടല്ലോ. എന്റെ ദൈവമേ, ഇനിയും ഇതുപോലെ മനോഹരമായ സ്വപ്നങ്ങൾ കാണിക്കണേ. അവനെ ഇന്ന് ഞാൻ കുളിപ്പിച്ചിട്ട് തന്നെ കാര്യം. കിടപ്പ് കണ്ടില്ലേ, പോത്തുപോലെ. ഇന്നലെ രാത്രി മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. ഇവനെ ഇന്ന് ഞാൻ എടാ ഒക്കെ നശിപ്പിച്ച്. എടാ നിന്റെ രണ്ടാം മനഃപൂർവ്വം എന്റെ ദേഹത്തേക്ക് വെള്ളം മനഃപൂർവ്വം. അല്ല അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എടാ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ, ഒരു കാലത്തും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ തന്നെ നോക്കിയാൽ മതി ഇവന്റെ കാര്യം. അല്ലെങ്കിൽ ഞാൻ എന്തേലും പറയാതെ കുറ്റമാണല്ലോ. ഞാനും എന്റെ മോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞോളാം. എടാ ചുമ്മാതല്ലാടാ, നിന്റെ തല കണ്ട നിന്റെ മമ്മയിലോട്ട് പോയി. സൂര്യനിലും ചന്ദ്രനും എല്ലായിടത്തും നിന്റെ അമ്മയുണ്ട്. നിന്നെ നോക്കി ചിരിക്കാനുള്ള അമ്മ. ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം എന്റെ കുറ്റമാണോ അപ്പൂപ്പ? അമ്മ മരിച്ചത് ഞാൻ കാരണമാണോ? അല്ലട കുട്ട, അല്ല, എന്റെ വിധി. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? പിന്നെ നീ എന്ത് ചെയ്യുമ്പോഴും നിന്റെ അമ്മയാണ്. അപ്പോൾ എല്ലാം നന്നായി.
അപ്പൂപ്പ അപ്പൂപ്പ ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്നെ കളിയാക്കി ദുഷ്ടമാരെയൊക്കെ ഞാൻ ഇടിച്ചിടിച്ച് നേരം വരച്ചേക്കുന്നു. ആ കൂട്ടത്തിൽ അമ്മയ്ക്ക് കൊടുത്തൊരു എണ്ടിടി. അയ്യോ അപ്പൂപ്പ ക്ഷമിക്കണേ, അറിയാറിയാ. അയ്യോ ആ കൂട്ടത്തിൽ അമ്മയ്ക്ക് കൊടുത്തൊരു എണ്ടിടി. അമ്മയുടെ കവിളി നല്ല ചട്ടകം പഠിപ്പിച്ചു വെച്ചു. മൂത്തിരുന്നവരെ ശരിയാണോടാ? അവള് നിന്റെ അമ്മയല്ലടാ. അല്ല, എന്റെ അമ്മയല്ല. എന്റെ അമ്മയായിരുന്നു ഞാൻ എന്ത് ചെയ്തേരം ഓമനക്കുട്ടാന്ന് വിളിക്കായിരുന്നു. ശരി ശരി, നിന്നോട് പറഞ്ഞ ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ എന്റെ ഓമനക്കുട്ട ചെന്ന് അപ്പൂപ്പനൊരു കാപ്പി എടുത്തിട്ട് വാ. ആ അപ്പൂപ്പന്റെ സോറി, നിന്റെ അനുഭവിക്കാൻ സ്ഥാപിച്ചു പോകുമ്പോഴ കാലമാണ്. കാപ്പി എടുത്തിട്ട് വാ. മാറ്റൊന്നുമല്ല. പണ്ട് ഇവിടെ അച്ഛനതുപോലെയായിരുന്നു, മഹാവികൃതി. ഇപ്പൊ രാജ്യം കാക്കുന്ന പട്ടാളമില്ലേ, ഇത് മാറിക്കോളും. അപ്പ കാപ്പി ചൂട്. അയ്യോ കൈപൊള്ളി. ചൂട് കൊണ്ടല്ലേ? എനിക്ക് നിന്റെ കാപ്പിയും വേണം, മണ്ണും കടി വേണ്ട. സ്കൂളിൽ പോകാൻ നോക്കി. ഇല്ല, ഞാൻ സ്കൂളിൽ പോവില്ല. എന്നെ ആർക്കാ ഇഷ്ടം? എന്നെ ആരോ ഓമനക്കുട്ടാന്ന് വിളിക്കാറില്ലേ? ഓമനക്കുട്ട സ്കൂളിൽ പോടാ. അയ്യോ, ഈ ചെറുക്കന്റെ കാലവും പാത്രവും ഒക്കെ പൊട്ടിച്ചേ. ഇത് കണ്ടു വച്ച ഞാൻ പാത്രങ്ങളാ ഒക്കെ നശിപ്പിച്ചു. പോട്ടെ മാധവി, കുട്ടിയല്ലേ. എന്ത് പോട്ടെ, പുഞ്ഞാരിച്ചോ അവസാനം പെരുമ്പറ കൊട്ടുപോ. എന്നെ എന്റെ മോളെ പിടിച്ചേക്കണ. ഈ മോളെ ഞാൻ ഹാളിൽ അപ്പൂപ്പ 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 സഹായിക്കാം. ഇനി ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യത്തിൽ പോവോ? സ്കൂളിൽ പോ. കണ്ടില്ലേടാ, നോക്കി പോടി. അവിടെ ഇല്ല. എല്ലാം വൈകിപ്പിക്കും. എവിടെ കൊണ്ടാ വരച്ച്? നിന്റെ ബാഗ് എവിടെ കുട്ടു? കട്ടിലടിയില്.